കേരള ക്രിക്കറ്റ് ലീഗിൽ നിർണായക മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊല്ലം ഏരീസ് സെയിലേഴ്സിന് ജയം. ട്രിവാൻഡ്രം അദാനി റോയൽസിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചാണ് കൊല്ലം 2ാം സ്ഥാനത്തേക്ക് ഉയർന്നത്. 7 മത്സരങ്ങൾ പരാജയപ്പെട്ട ട്രിവാൻഡ്രം അദാനി റോയൽസ് സെമി കാണാതെ പുറത്തായി. AP സജിഷയുണ്ട് വിവരങ്ങളുമായി. സജിഷ, കേസിൽ വിവരങ്ങൾ. അവസാന നാലിലെത്താനുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് 7 വിക്കറ്റിന് ട്രിവാൻഡ്രം അദാനി റോയൽസിനെ തോൽപ്പിച്ചതോടെ ഏരീസ് കൊല്ലം സെയിലേഴ്സ് പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. നിലവിലെ ചാമ്പ്യന്മാരായ കൊല്ലത്തിന് ഇത്തവണ വളരെ ഒരു പ്രതിസന്ധിയിലായിരുന്നു. പല മത്സരങ്ങളും ജയപരാജയങ്ങൾ മാറി മറിഞ്ഞ ടൂർണമെൻ്റായിരുന്നു ഇത്തവണ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് 7 വിക്കറ്റിൻ്റെ വിജയം അവർ കൊയ്തിരിക്കുകയാണ്. പക്ഷേ അവിടെ പ്രതിസന്ധിയിലായിട്ടുള്ളത് ട്രിവാൻഡ്രം അദാനി റോയൽസ് ആണ്. അദാനി റോയൽസ് ഏറെക്കുറെ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 2 മത്സരങ്ങൾ മാത്രമാണ് അവർക്ക് ബാക്കിയുള്ളത്. ഈ 2 മത്സരങ്ങൾ ജയിച്ചാലും അവർക്ക് സെമിയിലെത്താൻ കഴിയില്ല. അത് 8 മത്സരങ്ങൾ കഴിഞ്ഞു. ഇതിൽ ഒറ്റ മത്സരം മാത്രമാണ് ഇതുവരെ ട്രിവാൻഡ്രത്തിന് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് അവർ തുടക്കം മികച്ച ഒരു പോരാട്ടം തന്നെയായിരുന്നു ഇന്ന് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. തുടക്കം നല്ലൊരു ബാറ്റിംഗ് നിര തന്നെ പടുത്തുയർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 178 റൺസിന് അവർ പുറത്താവുകയും ചെയ്തു. പക്ഷേ 179 റൺസ് വിജയലക്ഷ്യവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന കൊല്ലത്തിന് വേണ്ടി ക്യാപ്റ്റൻ സച്ചിൻ ബേബിയും നിർണായക. സജിഷ, കേസിൽ ട്രിവാൻഡ്രം അദാനി റോയൽസ് സെമി കാണാതെ പുറത്തായി എന്നുള്ള വാർത്തയുടെ വിവരങ്ങളാണ് AP സജിഷ പങ്കുവച്ചത്.